എന്തെല്ലാം ഇത് എങ്ങോട്ടേ കയറി വലിഞ്ഞു വരുന്നത്? എന്തെങ്കിലും കഴിക്കാൻ തരുമോ? പിന്നെ ആളുകൾ കാണുന്നില്ലേ? കുറച്ചില്ല അങ്ങോട്ട് മാറിയില്ലേ? അങ്ങോട്ട് പോ. എന്തൊരു ശല്യനാറാ തരുന്നത്. എപ്പോ നോക്കില്ല ഇത് കൊടുക്കാൻ? എന്താ പ്രശ്നം? എപ്പോ നോക്കില്ല ഇത് കൊടുക്കാൻ? കസ്റ്റമർ ഇല്ലല്ലേ? ആള് ഒരു 5 എന്താ പൈസ എത്ര ഞാൻ തന്നോളാം. അതല്ലേ കാണുന്നില്ലല്ലോ. ഭയങ്കര തിരക്കനെന്ന് തോന്നുന്നല്ലേ? എന്ത് ചെയ്യേണ്ടത്? ലഹരി വിരുദ്ധ ക്യാമ്പയിനായിട്ട് സംസ്ഥാനം മൊത്തം ഓട്ടത്തിലല്ലേ? രണ്ട് തിരക്കിലായി പോയിട്ടിപ്പോ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു ചായ കുടിക്കാതെ. ശരി ശരി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശേഖരനെ സന്തോഷപൂർവ്വം സ്വാഗതം. അധ്യക്ഷപദം ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ സന്തോഷ് നാറാഫിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഗത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശേഖരാട്ടൻ, അതുപോലെ ചന്ദ്രാട്ടൻ, അതുപോലെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സംസ്ഥാനത്ത് മൊത്തം ലഹരി മാഫിയ കൈയടക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് കുട്ടികളുടെയും മറ്റുമായിട്ട് നമ്മുടെ ലഹരി മാഫിയ മൊത്തത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളെ കൂടെയുള്ള പൊതുപ്രവർത്തകർ ഇതിന് മുന്നിട്ടിറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭാഗങ്ങൾ ഇപ്പൊ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ശക്തമായൊരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. അതിന്റെ ഭാരവാഹികളായിട്ടാണ് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണവും മാക്സിമം ഉണ്ടാകും. സമയമൊക്കെ കുറച്ച് വൈകിയ ഒരു വേളയാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെ ഒരു കടമയും കർത്തവ്യവുമാണ് ഈ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുകയാണ്. ഈ 3 ഡിസ്ട്രിക്റ്റിനാണ് നമുക്ക് ഓരോരുത്തർക്ക് ചാർജ് തരുന്നത്. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്. വിവിധ ഭാഗത്തു നിന്ന് വന്നവരാണ് നമ്മൾ ഓരോരുത്തർ. അപ്പൊ നമ്മുടേതായ പല അഭിപ്രായങ്ങളും പല ഏരിയയിലും പല വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ചെറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായം, ഞങ്ങളുടെ ഏരിയയിലെ സ്കൂളുകളെ കേന്ദ്രീകരിച്ച് ഞങ്ങളൊരു ക്ലാസ് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കടക്കം. അത് നമ്മുടെ സന്തോഷ് നാറാത്ത് എന്തായാലും പങ്കെടുക്കും. ക്യാമ്പയിന്റെ ഭാഗമായി ടൗൺ ഓട്ടോ തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാം. എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് ഈ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രധാനപ്പെട്ട ടൗണിലെല്ലാം വെച്ചിട്ട് തെരുവ് നാടകം സംഘടിപ്പിച്ചാലോ? അതാകുമ്പോ അതിന്റെ പിള്ളേർ നമുക്ക് ഇവിടെ ഉണ്ട്. നല്ലൊരു അഭിപ്രായം അല്ലേ? ഏകദേശം സമയം ഏകദേശം ഇത്ര ആയില്ലേ? അപ്പൊ നമുക്ക് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് ചർച്ച നടത്താം. പെട്ടെന്ന് നമുക്ക് ഏതായാലും മീറ്റിംഗ് നടത്താം. വൈകില്ല. അപ്പൊ നമുക്ക് ചെറിയ 1-2 പരിപാടികളുള്ള. ഓക്കെ, എല്ലാവരോടും എനിക്ക് ചെറിയ തിരക്കുണ്ട്, ഞാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ഫോണിലേക്ക് കൂടെ നമുക്ക് ബന്ധപ്പെടാം. പിന്നെ നമ്മുടെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊരു സന്തോഷനെ നമ്മുടെ ദാസു മുതലാളി ഒരു സാധനം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കുറെ സന്തോഷം കഴിച്ചിട്ട് തിരിയാം. അതേതായാലും നിർത്തിയതാണ്. അതുകൊണ്ട് നിങ്ങളായത് തന്നത് കൂടുതലും കൂടി ഞാനത് ആയിക്കോട്ടെ, സന്തോഷം. കുഴപ്പമില്ല. ഒരാഴ്ച സാധാരണ ബാഗില് ഉണ്ട്. അതിനകത്ത് എടുത്ത് ഇപ്പൊ തുടങ്ങാൻ വരുമോ? ഷാജി, നീ അവിടെ വെച്ചിട്ട് ആ ഗ്ലാസും വെള്ളമുണ്ട്. നിങ്ങൾ
ഓക്കെ അതുകൊണ്ട് ഇത് നമ്മളുടെ ഓക്കെ ഉണ്ട് ഷാജി സന്തോഷമുള്ള ഒരു ദിവസമാണ് സാർ ഞങ്ങളാണ് ഫോൺ വിളിച്ചത് സാർ. സാർ ആ കെട്ടിടത്തിന്റെ മറവിലാണ് ബോഡി കിടക്കുന്നത്. ആ കോൺസ്റ്റബിൾ വരൂ. സാർ ഇതൊരു കൊലപാതകം തന്നെയാണ് സാർ, അതിനൊരു സംശയവുമില്ല. പക്ഷെ ആ സ്ത്രീയുടെ കൂടെ എപ്പോഴും ഒരു മുട്ടേനെ കാണാം. അവൻ എവിടെയോ ഉണ്ട്. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവോ? സാർ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും. ഈ ഭാഗം ഒന്ന് തെരഞ്ഞു നോക്കാം സാർ. അവൻ ഈ ഭാഗം വിട്ട് പോകില്ല. എങ്കിൽ നിങ്ങളൊന്ന് നോക്ക്. എടാ നീ ആ ഭാഗം നോക്ക്. ആ ഞാൻ ഈ ഭാഗം നോക്കുകയല്ല, നിങ്ങൾ ആ ഭാഗം നോക്ക്. ഇവിടെ ആളുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് അങ്ങോട്ട് കോൺസ്റ്റബിൾ ആ ബോഡി ഒന്ന് സെർച്ച് ചെയ്യും. പരിസരത്തുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സാറേ കയ്യിൽ ബിബീഷ് ഒന്ന് ചെക്ക് ചെയ്യ്. ഓക്കെ സാർ. എവിടെ? ആ ഓക്കെ ഓക്കെ. മെല്ലെ മെല്ലെ മെല്ലെ. പേപ്പറാണല്ലേ സാർ? ഇതെന്താണ് പേപ്പറിൽ എന്താ ഇത്? സാർ ഇത് ആ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു ഒപ്പിട്ട പേപ്പറാന്ന് തോന്നുന്നല്ലോ. ആ ലഹരി വിരുദ്ധ സമിതിയുടെ ആളുകൾ ഒപ്പിട്ട പേപ്പറായത്. ആ കാണുന്ന ആ നാറാത്താണ് അതിന്റെ ആള്. കോൺസ്റ്റബിൾ അവനെ പിടി. എന്താ സംഭവം?
സംഭവിച്ചത്? സത്യം പറഞ്ഞു. നീ എന്തിനാ അവളെ കൊന്നത് പറയണം. അത് പിന്നെ സാർ, ആ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഒരു സമയത്ത് സംഭവിച്ചു പോയി സാർ. വണ്ടി ഇവിടെയാണ് ഇറങ്ങുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായിരുന്നാൽ പോലും അറിഞ്ഞോ അറിയാതെയോ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. ഓർമ്മിക്കുക, ലഹരി നമ്മെ നാശത്തിലേക്ക് നയിക്കൂ.